എനിക്കിപ്പോ ഓർമ്മ നടക്കേണ്ടത് അല്ല. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനാശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനേ. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗര ഭക്ത വൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് ടെമ്പിൾ ഇസ്കോൺ മാംഗ്ലൂരിന്റെ ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും പ്രണാമം. അപ്പൊ നമ്മളിന്ന് അധ്യായം 7 രണ്ടാമത്തെ ഭാഗം തുടങ്ങാണ്. മൊഡ്യൂൾ 1 നമ്മളെ കഴിഞ്ഞു. ആദ്യത്തെ 6 അധ്യായം നമ്മുടെ കഴിഞ്ഞു, എക്സാമും കഴിഞ്ഞു. ഇനി നമുക്ക് 7 തൊട്ട് 12 വരെയുള്ള അധ്യായം. ഏത് യോഗാണത്? 7 മുതൽ 12 വരെ ഭക്തിയോഗം അല്ലെ? ഭക്തിയോഗാണ് 7 മുതൽ 12 വരെ ഭക്തിയോഗം. ഇതിൽ 7ാമത്തെ അധ്യായം ജ്ഞാന വിജ്ഞാന യോഗം. 7ാമത്തെ അധ്യായത്തില് ഭഗവാനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതില് ആധ്യാത്മിക പ്രപഞ്ചത്തിന്റെയും ഭൗതിക പ്രപഞ്ചത്തിന്റെ ഒക്കെ ഉത്ഭവം ഭഗവാനിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അധ്യായം 7. നമുക്ക് 7ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഭഗവത്ഗീത അധ്യായം 7 ജ്ഞാന വിജ്ഞാന യോഗ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ് കി ജയ്, ശ്രീല പ്രഭുപാദ് കി ജയ്. ഇപ്പൊ അധ്യായം 7 ഇതേപോലെ തന്നെ 6 ഭാഗങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. അതില് ആദ്യത്തെ ഭാഗം 3 വരെയുള്ള ശ്ലോകങ്ങൾ, 1 മുതൽ 3 വരെയുള്ള ശ്ലോകങ്ങള് ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും അറിയാൻ കഴിയും എന്നാണ് പറഞ്ഞത്. ശ്രവണത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കും? ഭഗവാൻ അറിയാനായിട്ട് സാധിക്കും. പിന്നെ 4 മുതൽ 12 വരെ ഭഗവാൻ കൃഷ്ണനാണ് ആധ്യാത്മിക ശക്തിയും ഭൗതിക ശക്തിയുടെയും ഉറവിടം എന്ന് പറയുന്നു. അപ്പൊ ആധ്യാത്മിക ശക്തിയുടെയും ഭൗതിക ശക്തിയുടെയും ഉറവിടം ഭഗവാനാണെന്ന് പറയുന്നു. 13 മുതൽ 14 ശ്ലോകത്തില് ത്രിഗുണങ്ങൾ നിയന്ത്രിക്കുന്നത് ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. അതുകൊണ്ട് എന്ത് വേണം? ഭഗവാന് സമർപ്പിക്കണം എന്നതിനെ കുറിച്ച് പറയുന്നു. 15 മുതൽ 19 വരെ ദുഷ്കൃതികളായ ജ്ഞാനത്തിന്റെ അഭാവത്താൽ ഭഗവാനിൽ സമർപ്പിക്കുന്നില്ല. സുകൃതികളാകട്ടെ ജ്ഞാനം വികസിപ്പിച്ച് ഭഗവാനെ സ്വയം സമർപ്പിക്കുന്നു. അപ്പൊ 2 കൂട്ടര്, ദുഷ്കൃതികളും സുകൃതികളും. ദുഷ്കൃതികള് അജ്ഞാനികളായതുകൊണ്ട് ഭഗവാൻ ഒന്നും സമർപ്പിക്കുന്നില്ല. സുകൃതികള് ജ്ഞാനം വികസിപ്പിച്ച് ഭഗവാനിൽ സ്വയം സമർപ്പിതങ്ങളാകുന്നു. 20 മുതൽ 25 വരെ അജ്ഞാനികളായ മറ്റുള്ളവരെ കുറിച്ച്, മറ്റുള്ളവര് ദേവന്മാരിൽ ശരണം പ്രാപിക്കുന്നവരും അവ്യക്തിഗതവാദികളെ കുറിച്ചും പറയുന്നു. 26 മുതൽ 30 വരെ വ്യാമോഹിതരായ ജീവജാലങ്ങളും ഭഗവത് ജ്ഞാനം കൊണ്ട് ലഭിക്കുന്ന മുക്തിയെയും കുറിച്ച് പറയുന്നു. അങ്ങനെ 6 ഭാഗങ്ങളാക്കിയിട്ടാണ് ഈ അധ്യായം 7ാമത്തെ തിരിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് 1ാമത്തെ ഭാഗത്തിലേക്ക് പോകാം. 1 മുതൽ 3 വരെ ശ്രവണം കൊണ്ട് ഭഗവാനെ പൂർണ്ണമായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഭഗവാൻ കൃഷ്ണൻ അർജുനനോട് തന്റെ ഭൗതികവും ആധ്യാത്മികവുമായ ശക്തികളെ കുറിച്ച് കേൾക്കുവാൻ പറഞ്ഞു. അതുകൂടാതെ അതീന്ദ്രിയ ജ്ഞാനികളിൽ ഭഗവാനെ അറിയുന്നവൻ വളരെ വിരളമാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അപ്പൊ ഭഗവാന്റെ ആധ്യാത്മിക ശക്തിയും ഭൗതിക ശക്തിയെ കുറിച്ചും കേൾക്കാനായിട്ട് ആരോട് പറയാണ്? അർജുനനോട് പറയാണ്. പിന്നെ അത് മാത്രമല്ല, അതീന്ദ്രിയവാദികളില് ഭഗവാനെ അറിയുന്നത് വളരെ വിരളമായിരിക്കും. അപ്പൊ കുറെ പേര് ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കും. അറിയാൻ ശ്രമിക്കുന്നവരിൽ തന്നെ എല്ലാവർക്കും അറിയാനായിട്ട് സാധിക്കണമെന്നില്ല.
ആ സാധിക്കുന്നവരില് ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? വളരെ വിരളമായിട്ടുള്ളവരാണെന്നും ഭഗവാൻ പറയുന്നു. ശ്ലോകത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ശ്ലോകം. ശ്രീ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഭഗവാനുവാച മയ്യാ സക്തമന പാർത്ഥ യോഗം യുഞ്ജന്മതാശ്രയഃ അസംശയം സമഗ്രം ഇവിടെ പറയുന്നത് ശ്രീ ഭഗവാൻ പറഞ്ഞു, ഹേ കുന്തിപുത്ര, എന്നെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്നിൽ ആസക്തമായ മനസ്സോടുകൂടി യോഗം പരിശീലിക്കുന്നത് കൊണ്ട് സംശയങ്ങൾ നീങ്ങി എന്നെ പൂർണ്ണമായി അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് പറയാം, കേൾക്കൂ. ഭഗവാൻ എന്താ പറയണത്? എന്നെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ, ഭഗവാനെ കുറിച്ചുള്ള പൂർണ്ണ ബോധത്തോടെ എന്നിൽ ആസക്തമായിട്ടുള്ള മനസ്സോടുകൂടി ഭഗവാനിൽ ആസക്തി ഉണ്ടായിക്കൊണ്ട് യോഗം പരിശീലിക്കുന്നതിലൂടെ സംശയങ്ങളെല്ലാം നീങ്ങി പൂർണ്ണമായിട്ടും ഭഗവാനെ അറിയാൻ കഴിയുന്നത് എങ്ങനെയെന്ന് ഭഗവാൻ പറഞ്ഞു തരാം. അത് കേൾക്കാനാണ് ഇവിടെ ആര് പറയുന്നത്? ഭഗവാൻ. കേൾക്കൂ എന്നാണ് പറഞ്ഞത്. ശ്രവിക്കാനായിട്ട് പറഞ്ഞ ശ്രവിക്കാൻ, എന്നെ കുറിച്ച് ഞാൻ പറയുന്നത് കേൾക്കൂ. ശ്രവണത്തിന്റെ പ്രാധാന്യം അതാണ് പറയുന്നത്. നവവിധ ഭക്തി നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ? നവവിധ ഭക്തി നമ്മൾ പഠിക്കാനുള്ള ഒരു കാര്യമാണത്. നവവിധ ഭക്തി 9 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഭക്തി ചെയ്യാനായിട്ട് സാധിക്കും. ഭക്തി സാധനകൾ, ഭക്തി പ്രാക്ടീസ് ചെയ്യാനായിട്ട് 9 തരത്തിൽ നമുക്ക് ചെയ്യാം. അതിൽ ആദ്യത്തേതാണ് എന്ത്? ശ്രവണം. ഫസ്റ്റത്തെ വരുന്നതാണ് ശ്രവണം. നമ്മൾ ആദ്യം തന്നെ ഭഗവാനെ കുറിച്ച് കേൾക്കുമ്പോഴാണ് നമുക്ക് ഭഗവാനോട് എന്ത് തോന്നുന്നത്? ഭഗവാനോട് ആഗ്രഹം വരുന്നത്. നമ്മളിപ്പോ ആദ്യമായിട്ട് ഭഗവത്ഗീത ക്ലാസ്സിൽ വന്നവരാണ്. 18 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് നമ്മൾ വന്നു. പക്ഷെ ഭഗവാനെ കുറിച്ച് കേട്ട് നമുക്ക് ഭഗവാനോട് ഒരു ആഗ്രഹം വന്നു, ഒരു അടുപ്പം വന്നു. അപ്പൊ നമ്മൾ എന്താണ്? വീണ്ടും ഭഗവാനെ കുറിച്ച് കേൾക്കാൻ വേണ്ടിട്ട് നമ്മൾ ഇരിക്കുകയാണ്. ഭഗവത്ഗീത പഠിക്കാന്ന് വിചാരിച്ചു, ഇപ്പൊ ഭാഗവതം ക്ലാസ് കേൾക്കുന്നു, റീഡിംഗ് ക്ലാസ് കേൾക്കുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? ആഗ്രഹം, ഭഗവാനോടുള്ള. കാരണം ആ ഒരു ശ്രവണത്തിന്റെ ഗുണമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 9 വിധത്തിലുള്ള ഭക്തി സേവന വിധികളാൽ ഭഗവാൻ കൃഷ്ണാങ്കൽ മനസ്സിനെ ഏകാഗ്രമാക്കണം. അവയിൽ ആദ്യത്തേതും പ്രധാനമായതും ശ്രവണമാണ്. അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് തത് ശൃണു അഥവാ എന്നിൽ നിന്ന് കേൾക്കൂ എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാനോട് അർജുനോട് എന്താ പറയണത്? തത് ശൃണു, അത് എന്നിൽ നിന്ന് കേൾക്കൂ എന്നാണ് പറയുന്നത്. അപ്പൊ ശ്രവണം എന്താണ്? ഫസ്റ്റത്തെയാണ് ശ്രവണം. നവവിധ ഭക്തിയിൽ ആദ്യത്തേതാണ് ശ്രവണം. ആ ശ്രവണം ഏറ്റവും പ്രധാനപ്പെട്ടതും എന്ത് തന്നെയാണ്? ശ്രവണം തന്നെയാണ്. അപ്പൊ ശ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണ്? നമ്മൾ ശരിക്കും അത് ശ്രദ്ധിക്കണം. അങ്ങനെയാണ് നമ്മൾ ആ ശ്രവണത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കുന്നത്? സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ശ്രവണത്തിലൂടെ നവവിധ ഭക്തി എന്ന് പറയുന്നത് ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദ സേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മാനിവേദനം. അതാണ് നവവിധ ഭക്തി എന്ന് പറയുന്നത്. 9 ഇത് ഭാഗവതത്തില് 7ാമത്തെ സ്കന്ധം 5ാമത്തെ അധ്യായം 23-24 ശ്ലോകത്തിൽ പറയുന്നതാണ്. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മാനിവേദനം. ഇതാണ് 2 വരി കൂടി ഉണ്ട് അതില്. ശ്രവണം, കീർത്തനം, ശ്ലോകത്തിന്റെ നമ്പർ നോട്ട് ചെയ്തോളൂ വേണമെച്ചാൽ. ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മാനിവേദനം. ഇതി പുംസാർപ്പിത വിഷ്ണോർ ഭക്തി ചേനാവലക്ഷണ ക്രിയതേ ഭഗവത്യർത്ഥാത് തന്മന്യേതീതമുത്തമം. 7ാം സ്കന്ധം 5ാം അധ്യായം 23-24 ശ്ലോകം. ഫസ്റ്റത്തെ പറയുന്നത് ശ്രവണം. ഒന്നാമത്തത് ശ്രവണം, രണ്ടാമത്തത് കീർത്തനം, 3 സ്മരണം, 4 പാദസേവനം, 5ാമത്തത് അർച്ചനം, 6ാമത്തത് വന്ദനം, 7 ദാസ്യം, 8 സാഖ്യം, 9 ആത്മനിവേദനം. എല്ലാം സമർപ്പിക്കുക. അതാണ് ആത്മനിവേദനം. 9 തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഭക്തി പ്രാക്ടീസ് ചെയ്യാം. നമുക്ക് 9 തരത്തിൽ ചെയ്യാം. ഈ 9ഉം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് സാധിക്കും? സാക്ഷാത്കാരം നേടാൻ സാധിക്കും. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സാക്ഷാത്കാരം നേടാനായിട്ട് സാധിക്കും. 9ഉം ചെയ്ത് സാക്ഷാത്കാരം നേടിയതിന് ഉദാഹരണമാണ് ആരാണ്? 9ഉം ചെയ്ത് സാക്ഷാത്കാരം നേടുന്നത് കേട്ടിട്ടുണ്ടോ? അംബരീഷ മഹാരാജ. എല്ലാതും 9ഉം ചെയ്തിട്ട് സാക്ഷാത്കാരം നേടിയതാണ് ആര്? അംബരീഷ് മഹാരാജാവ്.
പക്ഷെ അല്ലാത്തത് ഇപ്പൊ നമുക്ക് ആദ്യത്തെ ശ്രവണത്തിലൂടെ സാക്ഷാത്കാരം നേടാൻ സാധിച്ചത് ആരാണ്? പരീക്ഷിത്ത് മഹാരാജാവ്. പരീക്ഷിത്ത് മഹാരാജാവ് ശ്രവണത്തിലൂടെ മാത്രം സാക്ഷാത്കാരം നേടാൻ സാധിച്ചതാണ് ആർക്ക്? പരീക്ഷിത്ത് മഹാരാജാവിനെ. എങ്ങനെയാണെന്ന് അറിയാവോ? കടിച്ചു മരിക്കുമെന്ന് പറഞ്ഞപ്പം അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 7 ദിവസം കൊണ്ട് ഉറക്കോ ഇല്ല, ഭക്ഷണമോ ഇല്ല, ഒന്നിനെ കുറിച്ച് വെള്ളം പോലും കുടിക്കാതെ 7 ദിവസം കൊണ്ട് എന്ത് ചെയ്യാണ്? ഭാഗവതം ശ്രവിക്കുകയാണ് ചെയ്യുന്നത്. വേറെ ഒന്നിനെ കുറിച്ചും ഏറ്റവും വലിയ ഭയമായിട്ടുള്ള മരണഭയം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അത്രയും ഉത്സാഹത്തോടു കൂടിയാണ് അടുത്തത് എന്ത് സംഭവിച്ചു അതേപോലെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. അതായത് അത്രയും ഉത്സാഹത്തോടു കൂടിയാണ് പരീക്ഷിത്ത് മഹാരാജാവ് എന്ത് ശ്രവിച്ചത്? ഭാഗവതം ശ്രവിച്ചത്. ആരിൽ നിന്നാണ് ശ്രവിച്ചത്? അതെ. രണ്ടാമത്തത് എന്താണ്? ശ്രവണം കഴിഞ്ഞാല് കീർത്തനം കീർത്തിച്ചത്. ഭഗവാനെ കുറിച്ച് കീർത്തിച്ച് പറഞ്ഞു കൊടുത്തത് ആരാണ്? ശുകദേവ ഗോസ്വാമിയാണ് പറഞ്ഞു കൊടുത്തത്. അപ്പൊ കീർത്തനത്തിലൂടെ സാക്ഷാത്കാരം നേടിയതാണ് ആര്? ശുകദേവ മഹർഷി. ഇപ്പൊ ഫസ്റ്റത്തെ ശ്രവണം പരീക്ഷിത്ത് മഹാരാജാവ്, കീർത്തനം ശുകദേവ ഗോസ്വാമി, അടുത്തത് സ്മരണം. ഭഗവാനെ എപ്പോഴും ഭഗവാനെ കുറിച്ച് സ്മരിച്ചു കൊണ്ടിരുന്നത് ആരാണ്? പ്രഹ്ലാദ മഹാരാജാവ്. പ്രഹ്ലാദ മഹാരാജാവിന്റെ പ്രഹ്ലാദന്റെ പോലെ ആർക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് പറയും. കാരണം പ്രഹ്ലാദിന്റെ വീട്ടിൽ അച്ഛൻ എത്രയായിരുന്നു, അത്രയും പ്രഹ്ലാദന്റെ അച്ഛൻ ഇതിനെ ഭഗവാനെ സ്മരിക്കാൻ പോയിട്ട് ഒന്നും ചെയ്യാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. എത്രയൊക്കെ രീതിയിൽ ഉപദ്രവിക്കാൻ നോക്കിയിട്ടും അദ്ദേഹം എന്ത് വിട്ടില്ല? ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം വിട്ടില്ല, ഭക്തി വിട്ടില്ല. അതാണ് പ്രഹ്ലാദ മഹാരാജാവ്. മൂന്നാമത്തെ സ്മരണത്തിന് ഉദാഹരണം പ്രഹ്ലാദ മഹാരാജാവ്. പാദസേവന ആരാണ്? ലക്ഷ്മി ദേവിയാണ്. എപ്പോഴും ഭഗവാന്റെ പാദസേവനം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ആര്? ലക്ഷ്മി ദേവി. അർച്ചനം, ഭഗവാനെ അർച്ചിക്കുന്നത് ആരാണ്? ആരാധന ചെയ്യുന്നത് ആരാണ്? പൃഥു മഹാരാജാവാണ് ഭഗവാനെ ആരാധിക്കുന്നതിന് ഉദാഹരണം. അർച്ചനത്തിലൂടെ ഭഗവത് സാക്ഷാത്കാരം നേടിയതാണ് ആര്? പൃഥു മഹാരാജാവ്. അർച്ചനം. അത് കഴിഞ്ഞിട്ട് വന്ദനം, ഭഗവാനെ വന്ദിക്കുന്നത് ആരാണ്? അക്രൂരൻ. ഭഗവാനെ വന്ദിച്ചുകൊണ്ടിരിക്കുന്നത്, എപ്പോഴും ഭഗവാനെ വന്ദിച്ചുകൊണ്ടിരിക്കുന്നതാണ് അക്രൂരൻ. ദാസ്യത്തിലൂടെ ആരാണ് സാക്ഷാത്കാരം നേടിയത്? ഹനുമാൻ സ്വാമിയാണ് ദാസ്യത്തിലൂടെ സാക്ഷാത്കാരം നേടാൻ സാധിച്ചത്. സാഖ്യത്തിലൂടെയോ കൂട്ടുകാരനായിട്ട് അർജുൻ. പിന്നെ ആത്മനിവേദനം എല്ലാം ഭഗവാനെ സമർപ്പിച്ചതാണ് ആര്? ബലി മഹാരാജാവ് എല്ലാം ഭഗവാന് സമർപ്പിച്ചതാണ് ബലി മഹാരാജാവ്. ശരിക്കും നമുക്കറിയാവുന്ന എങ്ങനെയാണ് ബലി മഹാരാജാവിനെ കുറിച്ച്? ഓണത്തിന്, അതായത് ഓണത്തിന് മഹാബലിയായിട്ട് വരും അല്ലെ? അത്ര നമുക്കറിയാം. പക്ഷെ മഹാബലി ചക്രവർത്തിക്ക് ഭഗവാൻ കൊടുത്തൊരു കാരുണ്യങ്ങളാണ് ഇതൊക്കെ. അതായത് ഭഗവാന് സ്വയം സമർപ്പിക്കുകയാണ് ആര് ചെയ്തത്? ബലി മഹാരാജാവ് ചെയ്തത് അല്ലെ? അപ്പൊ ഭഗവാൻ എന്താ ചെയ്തത്? 3 അടി മണ്ണ് ദാനമായിട്ട് ചോദിച്ചു. നമുക്ക് അത്ര അറിയുള്ളൂ അല്ലെ? എങ്ങനെയാ നമുക്ക് അറിയുന്നത് മഹാബലി ചക്രവർത്തിയെ കുറിച്ച്? 3 അടി മണ്ണ് കൊടുത്ത് വാമനനായിട്ട് അവതരിച്ചിട്ട് 3 അടി മണ്ണ് ഭഗവാൻ ചോദിച്ചു. ഭഗവാന്റെ പാദസ്പർശം കൊണ്ട് മോക്ഷം പറയാം. അങ്ങനെ നമുക്കറിയാവുന്നത് അല്ലെ? ശരി. പിന്നെ പാതാളത്തിലോട്ട് രാജകീയമായ രീതിയിലാണ് അദ്ദേഹത്തെ വർഷത്തിലൊരിക്കൽ പ്രജകളെ വന്ന് കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തു. ഇത്രയാണ് നമുക്കറിയാവുന്ന കഥ. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതേപോലെയല്ല നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ഏത് മഹാബലി ചക്രവർത്തിയുടെ കഥ അങ്ങനെയല്ല നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമുക്കത് ക്ലാസ് കഴിഞ്ഞിട്ട് പറയാം, അല്ലെങ്കിൽ സമയം പോകും നമ്മള്. ഭഗവാൻ ശരിക്കും 3 വരദാനങ്ങളാണ് ആർക്ക് കൊടുക്കുന്നത്? മഹാബലി ചക്രവർത്തിക്ക് കൊടുക്കുന്നത്. മഹാബലി ചക്രവർത്തി ഉള്ള സ്ഥലത്ത് കാവൽക്കാരനായിട്ട് ഭഗവാൻ നിൽക്കുക ചെയ്യുന്നുണ്ട്. നമുക്കത് ലാസ്റ്റ് പറയാം. അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞത് എന്താണ്? നവവിധ ഭക്തിയില് ഏറ്റവും ലാസ്റ്റ് ആത്മസമർപ്പണം, ബലി മഹാരാജാവ്. അപ്പൊ ശ്രവണത്തെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ശ്രവണം, ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്താണ്? ശ്രവണം. അപ്പൊ ശ്രവണത്തിലൂടെ നമുക്ക് എന്ത് സാധിക്കും എന്ന് പറയാണ്? സാക്ഷാത്കാരം നേടാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കണം. തത്സൃണു, എന്നിൽ നിന്ന് കേൾക്കൂ എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നമ്മള് ഈ 9 നവവിധ ഭക്തി നമ്മൾ പഠിക്കണം. നമുക്ക് അറിയേണ്ടതാണിത്. ഒന്നുകിൽ ആ ശ്ലോകമായിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ പഠിച്ചേക്കുക നിങ്ങൾ. ശ്രവണം, കീർത്തനം,
വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. അതാണ് 9 എണ്ണം. അപ്പൊ 9 എണ്ണവും അതിന്റെ ഓരോരുത്തരുടെ പേരുകൾ പഠിക്കുക. ഓരോ രീതിയിൽ ഓരോ എന്താ പറയാ നവവിധ ഭക്തി 9 ഭക്തിയുടെ 9 തരത്തിൽ പറയുന്നതില് ഓരോരുത്തരും എങ്ങനെയാണ് സാക്ഷാത്കാരം നേടാനായിട്ട് ആർക്കൊക്കെ സാധിച്ചത് ഇതിലൂടെ ഓരോന്നിലൂടെ എന്നുള്ളതും മനസ്സിലാക്കി വെക്കാം. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. നമുക്ക് രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. ജ്ഞാനം ദേഹം സവിജ്ഞാനം ഇതം ഭക്ഷ്യാമി ശേഷതഃ യജ്ഞാത്വോ നേഹഭൂയോ അന്യജ്ഞാതാവ്യം അവശിഷ്യതേ. വൈഷയിക ജ്ഞാനത്തെയും അതീന്ദ്രിയ ജ്ഞാനത്തെയും ഞാൻ ഇനി പൂർണ്ണമായും വിവരിച്ചു തരാം. ഇനി ഞാൻ എന്താണ് വൈഷയിക ജ്ഞാനത്തെ കുറിച്ചും അതീന്ദ്രിയമായ ജ്ഞാനത്തെ കുറിച്ചും പൂർണ്ണമായിട്ട് പറഞ്ഞു തരാം. അതറിഞ്ഞാൽ നിനക്ക് പിന്നെ വേറെ ഒന്നും അറിയേണ്ടതായിട്ടില്ല. അപ്പൊ 2 തരത്തിലുള്ള ജ്ഞാനത്തെ കുറിച്ചും പറഞ്ഞു തരാനാണ് ഭഗവാനോട് പറയുന്നത്. വൈഷയിക ജ്ഞാനത്തെ കുറിച്ചും അതീന്ദ്രിയ ജ്ഞാനത്തെ കുറിച്ചും ഭൗതികമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചും ആത്മീയമായിട്ടുള്ള വിഷയങ്ങളെ കുറിച്ചും ഞാൻ നിനക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞു തരാം. പിന്നെ നിനക്ക് വേറൊന്നും അറിയേണ്ടതായിട്ടില്ല. അപ്പൊ ഭൗതിക പ്രപഞ്ചത്തെയും അതിന്റെ പിന്നിലുള്ള ചേതനയെയും ഈ രണ്ടിന്റെയും ഉറവിടത്തെയും കുറിച്ചുള്ള അറിവാണ് സമഗ്രമായ ജ്ഞാനം. ഇതാണ് അതീന്ദ്രിയ ജ്ഞാനം. അപ്പൊ അതീന്ദ്രിയ ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ഭൗതിക പ്രപഞ്ചത്തെ കുറിച്ച്, പിന്നെ അതിന്റെ പിന്നിലുള്ള ചേതനയെ കുറിച്ചും, പിന്നെ ഈ രണ്ടിന്റെ ഉറവിടത്തെ കുറിച്ചുമുള്ള അറിവ്. അതാണ് എന്ത് ശരിയായ ജ്ഞാനം, അതീന്ദ്രിയ ജ്ഞാനം എന്ന് പറയുന്നത്. അർജുനൻ തന്റെ വിശ്വസ്ത ശിഷ്യനും സുഹൃത്തുമായതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ ജ്ഞാനം ഉപദേശിക്കാൻ ഭഗവാൻ തുനിയുന്നത്. ഭഗവാൻ ഇവിടെ എന്തുകൊണ്ടാണ് അർജുനന് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? കാരണം അർജുനൻ ഭഗവാന്റെ സുഹൃത്തായതുകൊണ്ടും ശിഷ്യനായതുകൊണ്ടാണ് അർജുനനെ തെരഞ്ഞെടുക്കുന്നത്. മനുഷ്യാണാം സഹസ്രേഷു കശ്ചിത് യത്തതി സിദ്ധയേ യഥാ താമപി സിദ്ധാനാം കശ്ചിൻ മാം വേത്തി തത്വതഃ. ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ ഒരാൾ പൂർണ്ണത നേടാൻ ഉദ്യമിച്ചേക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരിലും ഒന്നിലേറെ പേർ എന്നെ തികച്ചും അറിയുന്നതുമില്ല. അപ്പൊ ആയിരക്കണക്കിന് ആളുകളിൽ ചിലപ്പോൾ എന്താണ് ഒരാള് പൂർണ്ണത നേടാൻ ഉദ്യമിക്കാം. അപ്പൊ ആയിരക്കണക്കിന് ആളുകളില് ചിലപ്പോ ഒരാള് പൂർണ്ണത നേടാനായിട്ട് ഉദ്യമിക്കാം. അങ്ങനെ പൂർണ്ണത നേടിയവരില് ഒന്നിലേറെ പേര് എന്തറിയുന്നില്ല? ഭഗവാനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യത. അപ്പൊ കുറെ പേര് പൂർണ്ണത നേടാനായിട്ട് ശ്രമിക്കാം. പക്ഷെ അങ്ങനെ പൂർണ്ണത നേടിയവരില് ഒന്നിലേറെ പേർക്ക്, ഒന്നിൽ കൂടുതൽ പേർക്ക് എന്ത് സാധിക്കുന്നില്ല? ഭഗവാനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുന്നില്ല. കൃഷ്ണാവ് പോലമുള്ളവർക്ക് കൃഷ്ണനെ അറിയാൻ കഴിയൂ. മറ്റു അതീന്ദ്രിയ ജ്ഞാനികൾക്ക് അവ്യക്തിഗത ബ്രഹ്മസാക്ഷാത്കാരം ഉണ്ടാകാം. കൃഷ്ണനെ അറിയുന്നതിനേക്കാൾ പ്രയാസം കുറഞ്ഞതാണത്. അപ്പോ കൃഷ്ണാവബോധമുള്ളവർക്ക് മാത്രമേ എന്ത് സാധിക്കുള്ളൂ? കൃഷ്ണനെ കുറിച്ച് അറിയാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ മറ്റുള്ളവർക്ക് എന്തുണ്ടാവും? അവ്യക്തിഗത ബ്രഹ്മത്തിൽ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. പരബ്രഹ്മത്തിൽ സാക്ഷാത്കരിക്കാനായിട്ട് പരമാത്മാവിലെ സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അതെന്താണ്? കൃഷ്ണനെ അറിയുന്നതിനേക്കാളും പ്രയാസം കുറഞ്ഞതാണ് അതൊക്കെ. കൃഷ്ണനെ അറിയാന്ന് പറഞ്ഞാൽ അതെന്താണ്? അത് നമുക്ക് കുറച്ച് കടമ്പകളുണ്ട്, അത് കുറച്ച് പ്രയാസമേറിയത് തന്നെയാണ്. അദ്വൈതവാദികൾ ശ്രേഷ്ഠനായ ശ്രീപാദ ശങ്കരാചാര്യൻ പോലും തന്റെ ഗീതാഭാഷ്യത്തിൽ കൃഷ്ണനാണ് പരമപുരുഷനായ ഭഗവാൻ എന്ന് സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അദ്ദേഹത്തിന്റെ അനുയായികൾ അങ്ങനെ വിശ്വസിക്കുന്നില്ല. അപ്പൊ അദ്വൈതവാദികളില് ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീപാദ ശങ്കരാചാര്യര് അദ്ദേഹം പോലും എന്ത് എഴുതിയിട്ടുണ്ട്? അദ്ദേഹത്തിന്റെ ഗീതാഭാഷ്യത്തില് ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ അനുയായികൾ എന്ത് ചെയ്യുന്നില്ല? അത് വിശ്വസിക്കുന്നില്ല. ഒന്നാമത്തെ ഭാഗത്തില് ശ്രവണത്തെ കുറിച്ച് പറഞ്ഞു. ഇനി അടുത്തത് എന്താ പറഞ്ഞത്? 12 വരെ ഭഗവാൻ കൃഷ്ണനാണ് ആധ്യാത്മിക ശക്തിയും ഭൗതിക ശക്തിയുടെ ഉറവിടം എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഭാഗത്തില്. ഭൂമിരാപനലോ വായുഖം മനോ ബുദ്ധിരേവച അഹങ്കാരമിതീയം മേ ഭിന്ന പ്രകൃതിരഷ്ടത. എന്റെ ഭിന്നമായ ഭൗതിക പ്രകൃതി ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, മനസ്സ്, ബുദ്ധി, മിഥ്യഹങ്കാരം എന്നിങ്ങനെ 8 എണ്ണം അടങ്ങുന്നതാണ്. അപ്പൊ ഭഗവാന്റെ ഭിന്നമായിട്ടുള്ള ഭൗതിക പ്രകൃതി എന്ന് പറഞ്ഞത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? ഈ പഞ്ചമഹാഭൂതങ്ങള് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, പിന്നെ മനസ്സ്, ബുദ്ധി, മിഥ്യഹങ്കാരം. ഈ 8 എണ്ണം അടങ്ങിയതാണ് എന്ത്? ഭഗവാന്റെ ഈ ഭൗതിക പ്രകൃതി എന്ന് പറയുന്നത്. ഈ 8 എണ്ണം അടങ്ങിയതാണ് ഭൗതിക പ്രകൃതി. പ്രപഞ്ച സൃഷ്ടിക്ക് കൃഷ്ണന്റെ
പൂർണ്ണ രൂപവിസ്തരണം 3 വിഷ്ണു രൂപങ്ങൾ ഉൾക്കൊള്ളുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ നമ്മൾ പറഞ്ഞു ഭൗതിക പ്രപഞ്ചത്തിന്റെയും ആത്മീയ പ്രപഞ്ചത്തിന്റെയും ഉത്ഭവസ്ഥാനം ആരിൽ നിന്നാണ്? ഭഗവാൻ കൃഷ്ണനിൽ നിന്നാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ ഭൗതിക പ്രപഞ്ചത്തിന് എടുത്തു കഴിഞ്ഞാല് ഈ ഭൗതിക പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് കാരണമാകുന്നത് ഭഗവാന്റെ തന്നെ രൂപവിസ്തരണങ്ങളായിട്ടുള്ള 3 വിഷ്ണുമൂർത്തികളാണ്. അതാണ് ആദ്യത്തേത് പറയുന്നത് മഹാവിഷ്ണു, അതായത് ഫസ്റ്റത്തെ വിഷ്ണു കാരണോദകശായ വിഷ്ണു, രണ്ടാമത്തത് ഗർഭോദകശായ വിഷ്ണു, മൂന്നാമത്തത് ക്ഷീരോദകശായ വിഷ്ണു. ആദ്യത്തേതാണ് മഹാവിഷ്ണു എന്നറിയപ്പെടുന്നതും ഫസ്റ്റത്തെ വിഷ്ണു തന്നെ കാരണോദകശായ വിഷ്ണു. ഈ കാരണോദകശായ വിഷ്ണു എന്താണ്? മഹത്തത്വം എന്ന സമഗ്ര പ്രപഞ്ച ശക്തിയെ സൃഷ്ടിക്കുന്നു. അപ്പൊ ഈ പ്രപഞ്ചത്തിന്റെ ശക്തിയെ സൃഷ്ടിക്കുന്നതാണ് ആര്? മഹാവിഷ്ണു. അപ്പൊ മഹാവിഷ്ണുവിന്റെ രൂപങ്ങളിൽ നിന്നാണ് എന്തുണ്ടാകുന്നത്? ഈ പ്രപഞ്ചങ്ങള് ഉണ്ടാകുന്നത്. അപ്പൊ അതില് ഓരോ പ്രപഞ്ചങ്ങൾ ഓരോരോ മുട്ടകൾ പോലെയാണത്, അത് ഉണ്ടാകുന്നു. അങ്ങനെ അതാണ് എന്ത് ഫസ്റ്റത്തെ വരുന്നത് മഹാവിഷ്ണുവിനാൽ സൃഷ്ടിക്കപ്പെടുന്ന ഫസ്റ്റത്തെ പ്രപഞ്ചം എന്ന് പറയാം. നമുക്ക് കുറെ പ്രപഞ്ചങ്ങൾ, അനേകം പ്രപഞ്ചങ്ങൾ ഉണ്ടാകും രോമകൂപങ്ങളിൽ നിന്ന്. അതില് ഒരെണ്ണാണ് എന്ത്? നമ്മളെ ഈ ഭൗതിക ലോകം. അങ്ങനെ അതിനുശേഷം എന്താണ്? ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട്, ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകും, എല്ലാത്തും മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമാക്കിക്കൊണ്ട് അവയിലെല്ലാം ഉൾപോകുന്ന ഗർഭോദകശായ വിഷ്ണുവാണ് രണ്ടാമത്തെ മൂർത്തി. അപ്പൊ അതിനുശേഷം എന്താണ്? പ്രപഞ്ചം സൃഷ്ടിച്ചു ഫസ്റ്റത്തെ കാരണോദകശായ വിഷ്ണു. അതിനുശേഷം ഓരോ പ്രപഞ്ചത്തിനും വൈവിധ്യം നൽകിക്കൊണ്ട് എല്ലാത്തിലും ആര് വരും? രണ്ടാമത്തെ വിഷ്ണുമൂർത്തിയായിട്ടുള്ള ഗർഭോദകശായ വിഷ്ണു അതിലെല്ലാത്തിലും പ്രവേശിക്കും. ഓരോന്നിലും ഗർഭോദകശായ വിഷ്ണു രണ്ടാമത്തെ ഗർഭോദകശായ വിഷ്ണു പ്രവേശിക്കും. ഇനി അത് കഴിഞ്ഞാലോ മൂന്നാമത്തെ മൂർത്തിയായിട്ടുള്ള ക്ഷീരോദകശായ വിഷ്ണു സർവ പ്രപഞ്ചവ്യാപ്തമായ പരമാത്മാവാണ്. അപ്പൊ പരമാത്മാവായിട്ട് ആരാണ്? നമ്മുടെ മൂന്നാമത്തെ വിഷ്ണുമൂർത്തി ക്ഷീരോദകശായ വിഷ്ണു പരമാത്മാവാണ്, എല്ലാവരുടെ ഉള്ളിൽ ഇരിക്കുന്നതാണ്. പിന്നെ ഓരോ അണുവിലും കുടികൊള്ളുന്നുണ്ട്. സർവ പ്രപഞ്ചവ്യാപ്തമായ പരമാത്മാവാണ് മൂന്നാമത്തെ ആയിട്ടുള്ള ക്ഷീരോദകശായ വിഷ്ണു. അപ്പൊ ഈ 3 വിഷ്ണുമൂർത്തികളുടെ എണ്ണം ഭഗവാൻ എന്ത്? ഭൗതിക പ്രപഞ്ചത്തിന്റെ സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെല്ലാം നിലനിർത്തി കൊണ്ടുപോകുന്നത് ഇവരിലൂടെയാണ്. വിഷ്ണുവിന്റെ ഈ മൂർത്തിത്രയത്തെ കുറിച്ച് അറിയുന്നവൻ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാക്കാൻ കഴിയും. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നവർക്ക് ഈ ഭൗതിക ബന്ധനങ്ങളിൽ നിന്ന് മുക്തനാകാനായിട്ട് സാധിക്കും. അപരേയമിത സന്യ പ്രകൃതി വിധി മേ പരാം ജീവഭൂത മഹാബാഹോ യേദം ധര്യതേ ജഗത്. ഇവയ്ക്ക് പുറമെ ഹേ മഹാബാഹുവായ അർജുന, എനിക്ക് മറ്റൊരു ഉത്കൃഷ്ട ശക്തിയോടുണ്ട്. ഈ താഴ്ന്ന തരം ഭൗതിക പ്രകൃതിയുടെ വിഭവങ്ങളെ ചൂഷണം ചെയ്യുന്ന ജീവാത്മാക്കളാണിത്. അപ്പൊ പിന്നെ ഇത് കൂടാതെ എനിക്ക് വേറൊരു ശക്തി കൂടി ഉണ്ട്. അത് ഏത് ശക്തിയാണ്? ഉത്കൃഷ്ട ശക്തിയാണ്. ആ ഉത്കൃഷ്ട ശക്തിയുടെ പ്രത്യേകത എന്താണ്? ഈ ഭൗതിക പ്രകൃതിയുടെ ജീവാത്മാക്കളെ ചൂഷണം ചെയ്യാന്നുള്ളതാണ് ആര് ചെയ്യുന്നത്? ഈ ഉത്കൃഷ്ട ശക്തി ചെയ്യുന്നത്. അപ്പൊ അത് ഏതാണ് ആ ശക്തി? ജീവഗണങ്ങളാണ് ആ ശക്തി എന്ന് പറയുന്നു. സ്ഥൂലവും സൂക്ഷ്മമായ താഴ്ന്ന തരം ഭഗവത് ശക്തിയെ ഉത്കൃഷ്ട ശക്തി ചൂഷണം ചെയ്യവേ തന്റെ യഥാർത്ഥ മനോബുദ്ധികൾ മറന്നു പോകുന്നു. ജീവസത്തകളിലുള്ള ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് ഈ മറവിയുടെ കാരണം. അപ്പൊ മൂന്നാമത്തെ ഭഗവാന്റെ ശക്തി ഉത്കൃഷ്ട ശക്തി എന്ന് പറഞ്ഞ ജീവാത്മാക്കള് എന്ത് ചെയ്യാണ്? ഈ താഴ്ന്ന തരം ശക്തിയെ ഈ ഭൗതിക പ്രകൃതിയെ ചൂഷണം ചെയ്യാൻ, താഴ്ന്ന തരം ഭൗതിക ശക്തിയെ, അതായത് ജഡപദാർത്ഥം, അതിനെ ചൂഷണം ചെയ്യുന്നത്. അപ്പോ തന്റെ യഥാർത്ഥ മനോബുദ്ധികൾ മറന്നു പോവുകയും ജീവാത്മാക്കളിലെ ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് ഈ മറവിയുടെ കാരണം. അപ്പൊ ഇതുകൊണ്ടാണ് അപ്പൊ സംഭവിക്കുന്ന എന്താണ്? അതിനെ സ്വാധീനിക്കുമ്പോ നമ്മൾ എന്ത് മറന്നു പോകും? നമ്മുടെ ആ ബുദ്ധി, അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ്? നമ്മുടെ മൂലസ്വരൂപത്തെ കുറിച്ച് നമ്മൾ മറന്നു പോകും. അതിന് കാരണം എന്താണ് നമുക്ക് വരുന്നത്? ഈ ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് നമ്മുടെ മറവിക്ക് കാരണം വരുന്നത്. ഈ ഭൗതിക പ്രപഞ്ചത്തിലേക്ക് വന്നപ്പോ ഈ ഭൗതികമായ പദാർത്ഥങ്ങളൊക്കെ എന്ത് ചെയ്തു? നമ്മളെ സ്വാധീനിച്ചു. നമ്മൾ പറഞ്ഞു നമ്മൾ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചു. നമ്മൾ ആ സ്വാതന്ത്ര്യം ആഗ്രഹിച്ചപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്തത്? ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു ഭാഗവതത്തിൽ അല്ലെ, ഈ ഭൗതിക പ്രപഞ്ചം തന്നെ സൃഷ്ടിച്ചത്. അല്ലെങ്കിൽ ഈ ഭൗതിക പ്രപഞ്ചം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭൗതിക പ്രപഞ്ചം ഭഗവാൻ സൃഷ്ടിച്ചത് ആർക്ക് വേണ്ടിയിട്ടാണ്? ജീവാത്മാക്കൾക്ക് സ്വന്തം ഇഷ്ടത്തിന്, നമുക്ക് ഇഷ്ടം പോലെ നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഭൗതിക പ്രപഞ്ചം സൃഷ്ടിച്ചത്. അതിനുശേഷം ആർക്കാണോ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതല്ല എന്റെ ശരിയായ സ്ഥലം എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അവർക്ക് എന്ത് ചെയ്യാം? ഭഗവാന്റെ ലോകത്തിലേക്ക് പോകാം. അല്ലാത്തവര് ഇവിടെ തന്നെ നിലനിൽക്കാം. അപ്പൊ അതാണ് സ്ഥൂലവും സൂക്ഷ്മമായ താഴ്ന്നതരം ഭഗവത് ശക്തിയെ ഉത്കൃഷ്ട ശക്തി ചൂഷണം ചെയ്യുന്നത്. തന്റെ യഥാർത്ഥ മനോബുദ്ധികൾ മറന്നു പോകുന്നു. ജീവസത്തകളിലുള്ള ഭൗതിക പദാർത്ഥങ്ങളുടെ സ്വാധീനമാണ് ഈ മറവിയുടെ
കാരണം ഏതദ്യോനീനി ഭൂതാനി സർവാണി ഇത്യുപധാരയ അഹം കൃഷ്ണസ്യ മജ്ജഗത പ്രഭവ പ്രളയസ്തഥാ. സൃഷ്ടിയിലെ എല്ലാ ഒത്തിന്റെയും ഉറവിടം ഈ രണ്ട് ശക്തികളാണ്. അപ്പൊ സൃഷ്ടിയുടെ എല്ലാത്തിന്റെയും ഉറവിടം എന്താണ്? ഈ രണ്ട് ശക്തികളാണ് സൃഷ്ടിയുടെ എല്ലാത്തിന്റെയും ഉറവിടം. ആധ്യാത്മികവും ഭൗതികവുമായ ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും ഒന്ന് തന്നെ, ഞാൻ തന്നെയാണെന്ന് നിശ്ചയമായും അറിയുക. അപ്പൊ എല്ലാത്തിന്റെയും ഉറവിടം ഈ രണ്ട് ശക്തികളാണ്. ആധ്യാത്മികമായിട്ടും ഭൗതികമായിട്ടും ഇവിടെയുള്ള എല്ലാറ്റിന്റെയും ഉത്ഭവവും വിനാശവും എല്ലാം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്ന് നിശ്ചയമായിട്ടും അറിയണം. അപ്പൊ എല്ലാറ്റിന്റെയും ഉത്ഭവം ഭഗവാൻ എന്നാണ്. ആധ്യാത്മികമായിട്ടുള്ളതാകാം, ഭൗതികമായിട്ടുള്ളതാവാം, എല്ലാറ്റിന്റെയും ഉറവിടം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണെന്ന് ഈ നിശ്ചയമായി മനസ്സിലാക്കുക. ബാല്യത്തിൽ നിന്ന് യൗവനത്തിലേക്കുള്ള ശരീരത്തിന്റെ പരിണാമം സാധ്യമാകുന്നത് ഉത്കൃഷ്ട ശക്തിയായ ആത്മാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഈ നമ്മളെ ശരീരത്തിന് പലവിധ മാറ്റങ്ങൾ സംഭവിക്കുന്നു നമ്മൾ പറഞ്ഞു അല്ലെ? ശരീരത്തിന് അത് നമ്മള് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്താണ്, ചെറിയൊരു പ്രായം, ബാല്യം വന്നു, കൗമാരം വന്നു, യൗവനം വന്നു, വാർദ്ധക്യം വന്നു. ഇത്തരത്തിൽ മാറ്റങ്ങൾ സംഭവിക്കണമെങ്കിൽ നമുക്ക് എന്തുണ്ടാവണം? ഈ ജീവാത്മാവ് ഉണ്ടാവണം. ഈ ആത്മാവ് ഉണ്ടെങ്കിൽ ഇത്തരം മാറ്റങ്ങൾ ഈ ശരീരത്തിന് സംഭവിക്കുന്നുള്ളൂ. ഇതില്ലാത്ത പക്ഷം ആ ശരീരം എന്തല്ല, ശരീരം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല, അതിന് മാറ്റങ്ങളും സംഭവിക്കുന്നില്ല, അത് നശിച്ചു പോവാണ്. 2 ദിവസത്തിൽ കൂടുതൽ, 1 ദിവസത്തിൽ കൂടുതൽ നമുക്ക് ആ ശരീരം വെക്കാനടക്കാൻ പറ്റില്ല ജീവാത്മാവില്ലെങ്കിൽ. അപ്പൊ അത്രയും എന്താണ്, ജീവാത്മാവാണ് അതിന് നൽകുന്നത്, ചേതന നൽകുന്നത്. പരമാത്മാവായ വിഷ്ണുവിന്റെ സാന്നിധ്യത്തിൽ ഉളവായതാണ് ഈ മഹാപ്രപഞ്ചം. ചേതനയുടെയും പദാർത്ഥത്തിന്റെയും സംയോഗത്താലാണ് ഈ ഭീമാകാരമായ വിശ്വപ്രപഞ്ചം പ്രകടമാകുന്നത്. അപ്പൊ പരമാത്മാവായിട്ടുള്ള വിഷ്ണുവിന്റെ സാന്നിധ്യത്തിലാണ് എന്ത് ഉളവായിട്ടുള്ളത്? ഈ പ്രപഞ്ചം ഉളവായിട്ടുള്ളത്. ചേതനയുടെയും പദാർത്ഥങ്ങളുടെയും സംയോഗത്താലാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വിശ്വം പ്രകടമാകുന്നത്. ഇത് രണ്ടിന്റെ സംയോഗം കൊണ്ടാണ്. ഇവ രണ്ടും യഥാർത്ഥത്തിൽ ഭഗവാന്റെ ശക്തികളാണ്. തന്മൂലം ഭഗവാനാണ് എല്ലാറ്റിന്റെയും മൂലകാരണം. അപ്പൊ ഇത് രണ്ടും യഥാർത്ഥത്തിൽ എന്ത് തന്നെയാണ്? ഭഗവാന്റെ ശക്തി തന്നെയാണ്. ഭഗവാനാണ് എല്ലാറ്റിന്റെയും മൂലമായിട്ടുള്ള കാരണം, ഭഗവാൻ തന്നെയാണ്. പലതരം നാന്യാത്കിഞ്ചദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണ ഇവ. ഹേ ധനഞ്ജയ, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല. മുത്തുകൾ നൂലിന്മേൽ എന്ന പോലെ സർവവും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ധനഞ്ജയനോട് പറയാണ്, എന്നേക്കാൾ ശ്രേഷ്ഠമായ ഒരു സത്യമില്ല. എപ്രകാരമാണോ മുത്തുകൾ നൂലിന്മേൽ കോർത്തിരിക്കുന്നത്, അതേപോലെ തന്നെ എല്ലാതും എന്നിൽ ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ എല്ലാം ഭഗവാനില് ഇണക്കി കോർക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഭഗവാൻ പറയാണ് ഇവിടെ. രസോഹമപ്സു കൗന്ദേയ പ്രഭാസ്മി ശശി സൂരയോഃ പ്രണവ സർവവേദേഷു ശബ്ദഖേ പൗരുഷം നൃഷു. ഹേ കുന്തിപുത്ര, ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിലെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും ഞാനാകുന്നു. അപ്പൊ ജലത്തിലെ രസം ഞാനാണ്, സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഞാനാണ്, വേദമന്ത്രങ്ങളിലെ പ്രണവം ഞാനാണ്, ആകാശത്തിന്റെ ശബ്ദം പുരുഷന്മാരുടെ പൗരുഷം എല്ലാം ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ് എന്ന് ഭഗവാനോട് പറയുന്നത്. ജലത്തിലെ രസം ഞാനാണ്, സൂര്യചന്ദ്രന്മാരുടെ പ്രകാശം ഞാനാണ്, വേദമന്ത്രങ്ങളിലെ പ്രണവം ഞാനാണ്, അതുപോലെ തന്നെ ആകാശത്തിന്റെ ശബ്ദം പുരുഷന്മാരുടെ പൗരുഷം, ഇതെല്ലാം ആരെ പ്രതിനിധീകരിക്കുന്നു? എന്നെ പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ ഭഗവാനെ കുറിച്ച് ഭഗവാൻ കുറച്ച് സൂചനകൾ തരാണ് നമുക്കിവിടെ. ഭഗവാന്റെ വിഭൂതികളെ കുറിച്ച്, ഭഗവാന്റെ പ്രാതിനിധ്യം വഹിക്കുന്ന, ഭഗവാൻ എന്തിലൊക്കെ പ്രാതിനിധ്യം വഹിക്കുന്നുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ചെറിയ സൂചന തരുന്നതാണ് ഇവിടെ. ജലത്തിലെ രസവും സൂര്യചന്ദ്രന്മാരിലെ പ്രകാശവും വേദമന്ത്രങ്ങളിലെ പ്രണവവും ആകാശത്തിന്റെ ശബ്ദവും പുരുഷന്റെ പൗരുഷവും എല്ലാം ഞാൻ തന്നെയാണ്. ഇപ്പൊ ഏത് വിഷയത്തിലും വ്യക്തിഗതമായിട്ടും അവ്യക്തിഗതവുമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് ഒരേ സമയം സാധ്യതയുണ്ടെന്നും വൈരുദ്ധ്യമില്ലെന്നും ഈശ്വരജ്ഞാനം നേടിയവർക്കറിയാം. അതിനാലാണ് ചൈതന്യ മഹാപ്രഭു ദിവ്യമായ അചിന്ത്യ ഭേദാഭേദ തത്വം, ഏകകാലീനമായ ഭേദാഭേദ സിദ്ധാന്തം സ്ഥാപിച്ചത്. ഏത് വിഷയത്തിലും എന്തുണ്ട്? വ്യക്തിഗതമായിട്ടും അവ്യക്തിഗതമായിട്ടുള്ള സങ്കല്പങ്ങൾക്ക് ഒരേ സമയം സാധ്യതയുണ്ട്. ഭഗവാൻ ഒരു സമയം തന്നെ വ്യക്തിയാണെന്നും പറയും, അവ്യക്തിയാണെന്നും പറയും, വ്യക്തിയല്ലാന്നും പറയും. പിന്നെ വൈരുദ്ധ്യമില്ലെന്നും ഈശ്വരജ്ഞാനം നേടിയവർക്കറിയാം. വൈരുദ്ധ്യങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ആർക്കറിയാൻ സാധിക്കും? ഈശ്വരജ്ഞാനം നേടിയവർക്കെല്ലാം അറിയാനും സാധിക്കും. അതുകൊണ്ടാണ് എന്ത് പറയണത് ഇവിടെ? മഹാപ്രഭുവിന്റെ തത്വം അചിന്ത്യ ഭേദാഭേദ തത്വം. അചിന്ത്യ ഭേദ അഭേദ തത്വം. അചിന്ത്യം എന്ന് പറഞ്ഞാല് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളത്. ഭേദം എന്ന് വെച്ചാൽ എന്താണ് മീനിങ് വരുന്നത്? അചിന്ത്യ ഭേദം അഭേദം, ഭേദമല്ലാത്തതും ഭേദമായതും. ഭേദം എന്ന് പറഞ്ഞാല് മാറ്റമുള്ളത്, അതായത് എന്താ പറയാ, വേറൊരു വേർഡ്, വ്യത്യാസമുള്ളത് അല്ലെ?
വ്യത്യാസമുള്ളതും പിന്നെ വ്യത്യാസമില്ലാത്തതും. അപ്പൊ അചിന്ത്യ, നമ്മുടെ ചിന്തകൾക്ക് അനുസരിച്ച് അതിന് ഒരേപോലെയും പറയാം, ഒരേപോലെ അല്ലാന്നും പറയാം. അങ്ങനത്തെ ഒരു സിദ്ധാന്തം, അതാണ് ചൈതന്യ മഹാപ്രഭുവിന്റെ സിദ്ധാന്താണ് അചിന്ത്യ ഭേദ ഭേദതത്വം എന്നാണ് പറയുന്നത്. അചിന്ത്യ ഭേദ ഭേദതത്വം, അതായത് നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ള അചിന്ത്യ ഭേദ ഭേദതത്വം എന്ന് പറഞ്ഞു. അചിന്ത്യ ഭേദ ഭേദതത്വം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാനും ജീവാത്മാക്കളും എങ്ങനെയാണ് ഒരേ സമയം ഒന്നുമായിരിക്കും അല്ലെങ്കിൽ ഒരേ സമയം വ്യത്യസ്തമായിരിക്കും എന്ന് പറയുന്നതാണ് എന്ത് അചിന്ത്യ ഭേദ ഭേദതത്വം എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ പറയാനായിട്ട് അചിന്ത്യം എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായി നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്തുള്ളത്, നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതിനാണ് നമ്മൾ എന്ത് പറയുന്നത് അചിന്ത്യം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ ജീവാത്മാക്കളും ഒന്നാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഭിന്നമാകുന്നത് എന്നാണ് നമുക്ക് നമ്മളെ ചിന്തയിൽ വരുന്നത് അല്ലെ. ഭിന്നമാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഒന്നാണെന്ന് പറയാം. ഇത് രണ്ടും എങ്ങനെയാണ് വൈരുദ്ധ്യമായിട്ടുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരേ സമയം നിലനിൽക്കുന്ന മനുഷ്യന്റെ പരിമിതമായ സൃഷ്ടി ആയതുകൊണ്ട് നമുക്ക് എന്ത് സാധിക്കില്ല, പരിപൂർണമായിട്ട് ഭഗവാനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുന്നത് അചിന്ത്യം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരേ സമയം തന്നെ നമുക്ക് എന്ത് പറയാം ചിന്ത്യവുമാണ് അചിന്ത്യവുമാണെന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതിന്റെ അപ്പുറത്താണ് എന്ന് പറയാനായിട്ട് സാധിക്കും. അചിന്ത്യം എന്ന് പറയാം. പിന്നെ രണ്ടാമത്തത് അചിന്ത്യ ഭേദ അഭേദം. ഭേദം എന്ന് വെച്ചാൽ എന്താണ് വ്യത്യാസമായിട്ടുള്ളത്. ജീവാത്മാക്കൾ എങ്ങനെയാണ് ഭഗവാനിൽ നിന്നും അളവില് വ്യത്യാസമാണ്, പിന്നെ എങ്ങനെയാണ് സ്ഥാനത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നതാണ്. അളവിലും സ്ഥാനത്തിലും വ്യത്യാസമാണ്. ഭഗവാൻ എങ്ങനെയാണ് പരിപൂർണനാണ്, ജീവാത്മാവും ഭഗവാന്റെ അംശമാണ്. അപ്പൊ നമുക്കിവിടെ എന്ത് പറയാം ഭഗവാൻ ഭേദമാണെന്നല്ല പറഞ്ഞ വ്യത്യാസമാണെന്ന് പറയാനായിട്ട് ജീവാത്മാക്കള് ഭഗവാനിൽ നിന്നും അളവിൽ വ്യത്യാസമുണ്ട്. ഭഗവാൻ പരിപൂർണനാണ്, ജീവാത്മാക്കൾ എങ്ങനെയാണ് ഭഗവാന്റെ ആ പരിപൂർണനായിട്ടുള്ള ഭഗവാന്റെ അംശമാണ് ജീവാത്മാക്കള്. ഭഗവാൻ സ്രഷ്ടാവാണ്, സർവശക്തനാണ്, അനന്തശക്തിയുടെ ഉറവിടമാണ് ഭഗവാൻ. ജീവാത്മാവാണെങ്കിലോ ഭഗവാന്റെ അംശവുമാണ്, പരിമിത ശക്തി മാത്രമാണ് ആർക്കുള്ളത് ജീവാത്മാക്കൾക്കുള്ളത്. അപ്പൊ ജീവാത്മാവ് എങ്ങനെയാണ്, ഇപ്പൊ ഭഗവാൻ സമുദ്രാണെങ്കിൽ സമുദ്രത്തിൽ തുള്ളിയായിട്ട് നമുക്ക് ആരെ പറയാം ജീവാത്മാവിനെ പറയാം. അതാണ് ഭേദം എന്ന് പറയുന്നത്. ഭേദം എന്ന് വെച്ചാൽ വ്യത്യാസമായിട്ടുള്ളത്. ഒരേ സമയം തന്നെ ഭഗവാനും ജീവാത്മാക്കളും ഇവിടെ എന്താ പറഞ്ഞത് അചിന്ത്യ ഭേദ തത്വത്തിൽ പറയുന്നത് ഒരേ സമയം തന്നെ ഭഗവാനും ജീവാത്മാക്കളും ഒന്നായിരിക്കുന്നു അല്ലെങ്കിൽ ഭിന്നമായിരിക്കുമെന്ന് പറയുന്നതാണ് ഈ അചിന്ത്യ ഭേദ ഭേദ തത്വം. ഇവിടെ രണ്ടാമത്തത് അഭേദം. ഇങ്ങനെ ഒരേപോലെയാണെന്ന് പറയുകയാണെങ്കിൽ അഭേദമാണെന്ന് പറയുന്നത് എന്താ പറയാ ഭഗവാനുമായിട്ട് ഗുണത്തില് തുല്യമാണ്. ജീവാത്മാവും ഭഗവാനും ഗുണത്തില് തുല്യമാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം ഒന്നാണെന്ന് പറയാം. ജീവാത്മാവും ഭഗവാനും പോലെ പിന്നെന്താണ് സച്ചിദാനന്ദ സ്വരൂപനാണ് രണ്ടും. സച്ചിദാനന്ദ എപ്പോഴും ആനന്ദം ആഗ്രഹിക്കുന്നവനാണ്. ഭഗവാന്റെ പോലെ തന്നെ നിത്യതയുള്ളവനായിരിക്കും, പിന്നെ ആനന്ദം അനുഭവിക്കുന്നവനായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം സച്ചിദാനന്ദ സ്വരൂപനാണ്. അപ്പൊ അതുകൊണ്ട് അഭേദമാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. പിന്നെ അതേപോലെ തന്നെ സൂര്യനായിട്ട് താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ ജീവാത്മാവിന്റെ സൂര്യന്റെ രശ്മികളാണ് എന്ന് പറയുക സൂര്യനായിട്ട് താരതമ്യപ്പെടുത്തുന്നത്. സൂര്യനും സൂര്യന്റെ രശ്മികളും. അപ്പൊ സൂര്യനിൽ നിന്ന് സൂര്യന്റെ നമുക്ക് എങ്ങനെ പറയാം സൂര്യനും സൂര്യന്റെ രശ്മികളും എന്ന് പറയുമ്പോൾ സൂര്യന്റെ ഗുണങ്ങള് എന്തിനു സാധിക്കും നമുക്ക് കാണാൻ സാധിക്കും, സൂര്യന്റെ രശ്മികൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ നമുക്ക് ആ ഗുണത്തില് അതൊന്നാണെന്ന് പറയാം. സൂര്യനും സൂര്യന്റെ രശ്മികളും സൂര്യനായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ സൂര്യന്റെ രശ്മികള് സൂര്യന്റെ പോലെ തന്നെ അതിന്റെ ആ പ്രകാശം തരാൻ സാധിക്കും. സൂര്യന്റെ ഗുണങ്ങൾ എന്തിനുണ്ടാകും ആ രശ്മികൾക്ക് ഉണ്ടാകും. അപ്പൊ അതാണ് നമുക്ക് എന്ത് പറയാം ഒരേപോലെയാണെന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അതായത് അഭേദമാണെന്ന് പറയുന്നത്. അപ്പൊ ഭേദ തത്വത്തില് ഇപ്പൊ എന്താ പറയുന്നത് ഒരേ സമയം തന്നെ ഭഗവാൻ എങ്ങനെയാണ് തുല്യമാണെന്നും പറയുന്നു അല്ലാന്നും പറയുന്നു. രണ്ടും പറയുന്നുണ്ട്. ഭേദവുമാണ് വ്യത്യാസവുമാണ് എന്നാ ഒരേപോലെയാണെന്ന് പറയുന്നത്. അതാണ് ഇവിടെ അചിന്ത്യ ഭേദാഭേദ തത്വം എന്നാണ് അത് പറയുന്നത്. നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്താണത്. ചൈതന്യ മഹാപ്രഭുവിന്റെ സിദ്ധാന്തമാണത്. പുണ്യോ ഗന്ധ പൃഥ്വീം ച തേജസ്മി വിഭാവസൗ ജീവനം സർവഭൂതേഷു തപസ്മി തപസ്സിഷു. ഭൂമിയിൽ പുണ്യഗന്ധമായും തീയിലെ ചൂടായും ജീവജാലങ്ങളിലെല്ലാം ജീവനായും തപസ്സികൾ തപസ്സായും കുടികൊള്ളുന്നതും ഞാൻ തന്നെ. അപ്പൊ ഭൂമിയിലെ പുണ്യഗന്ധം
അതാരാണ്? ഭഗവാനാണ്. തീയിലെ ചൂടും ജീവജാലങ്ങളിലെ ജീവനും തപസ്സികളുടെ തപസ്സുമായിട്ട് കുടികൊള്ളുന്നതും ആര് തന്നെയാണ്? ഞാൻ തന്നെയാണ്. ഒരു മനുഷ്യന് ആയുസ്സുണ്ടെന്നും കൃഷ്ണൻ മൂലം തന്നെയാണ് ഭഗവാൻ അനുഗ്രഹത്താൽ മനുഷ്യനെ സ്വജീവിത കാലത്തെ കൂടുതൽ ദീർഘിപ്പിക്കാനോ കുറയ്ക്കാനോ കഴിയുന്നതും കൃഷ്ണാവബോധം ഏതൊരു മണ്ഡലത്തിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പൊ മനുഷ്യന്റെ ആയുസ് ഉണ്ടാകുന്നത്, ഒരു മനുഷ്യന് ആയുസ് ഉണ്ടാകുന്നതും കൃഷ്ണൻ മൂലമാണ്. അപ്പൊ ഒരു മനുഷ്യൻ എത്ര നാൾ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നതും മരണം സംഭവിക്കുന്നതും ജീവിക്കുന്നതും എല്ലാം ആര് കാരണം കൊണ്ടാണ്? ഭഗവാൻ കാരണം കൊണ്ട് തന്നെയാണ്. അപ്പൊ ഭഗവത് അനുഗ്രഹത്താൽ മനുഷ്യന് സ്വന്തം ജീവിതകാലത്തെ കൂടുതൽ ദീർഘിപ്പിക്കാനും കഴിയും, കുറയ്ക്കാനും കഴിയും. കൃഷ്ണാവബോധം ഏത് മണ്ഡലത്തിലും പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ബീജമാം സർവഭൂതാനാം വിദ്ധി പാർത്ഥ സനാതനം ബുദ്ധിർബുദ്ധിമതാമസ്മി തേജസിനാമഹം. ഹേ കുന്തിപുത്ര, സർവ്വ ജീവജാലങ്ങളുടെയും ആദി ബീജം ഞാനാണെന്ന് നീ അറിയണം. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ശക്തിയും തേജസ്വികളുടെ തേജസ്സും ഞാൻ തന്നെ. അപ്പൊ പറയാണ്, എല്ലാ ജീവജാലങ്ങൾക്കും ആദി ബീജം പ്രദാനം ചെയ്തത് ആരാണ്? ഞാൻ തന്നെയാണ്. ബുദ്ധിമാന്മാരുടെ ബുദ്ധിയും ഞാനാണ്, ശക്തിയും ഞാനാണ്, തേജസ്വികളുടെ തേജസ്സുമാര് തന്നെയാണ്, ഞാൻ തന്നെയാണ് എന്ന് നീ അറിയണം എന്ന് ഭഗവാനോട് പറയാണ്. ബലം ബലവതാം ചാഹം കാമരാഗാവിവർജിതം ധർമാവിരുദ്ധ ഭൂതേഷു കാമോസ്മി ഭരതർഷഭ. അല്ലയോ ഭരതർഷഭ, ഞാനാണ് ബലവന്മാരുടെ ബലവും കാമരാഗ വിവർജിതമായ ബലവും ഞാനാണ്, ധർമ്മവിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ഞാൻ തന്നെ. അപ്പൊ ഭഗവാനോട് പറയാണ്, ഭഗവാൻ തന്നെയാണ് ബലവന്മാർക്ക് ആ ബലം കൊടുക്കുന്നത്. ആരാണ്? ഭഗവാൻ തന്നെയാണ്. പിന്നെ ധർമ്മവിരുദ്ധമല്ലാത്ത, ധർമ്മങ്ങൾക്ക് വിരുദ്ധമല്ലാത്ത ലൈംഗിക ജീവിതവും ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ് എന്ന് ഭഗവാൻ ഇവിടെ പറയുന്നു. ബലവാന്റെ ബലം അശക്തന്റെ രക്ഷയ്ക്ക് ഉപയോഗപ്പെടുത്തണം, സ്വന്തം മേന്മയ്ക്ക് വേണ്ടിയല്ല അത് ഉപയോഗപ്പെടുത്തേണ്ടത്. അപ്പൊ ബലമുള്ളവരുടെ ബലം എന്തിനുപയോഗിക്കണം? അശക്തന്റെ, ശക്തിയില്ലാത്ത ഒരു വ്യക്തിയുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തേണ്ടത്, അല്ലാണ്ട് സ്വന്തം നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നമ്മളത് ഉപയോഗിക്കേണ്ടത്. യേ ചൈവ സ്വാത്വിക ഭാവ രാജസാസ്തമസാശ്ചയേ മത്ത ഏവേദി താൻ വിദ്ധി നാത്വേഹം തേഷു തേ മയി. സാത്വികങ്ങളും രാജസങ്ങളും താമസങ്ങളുമായ എല്ലാ അവസ്ഥകളും എന്റെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. എങ്കിലും ഞാൻ അവയ്ക്ക് അധീനനല്ല, ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല ഞാൻ, മറിച്ച് അവയെല്ലാം എന്നിൽ നിലകൊള്ളുന്നു. അപ്പൊ സാത്വികമായിട്ടുള്ളതും രാജസികമായിട്ടുള്ളതും താമസികമായിട്ടുള്ള എല്ലാ അവസ്ഥകളും അതെല്ലാം ആരുടെ ശക്തിയുടെ ബഹിസ്ഫുരണങ്ങൾ തന്നെയാണ്? എന്റെ തന്നെ ബഹിസ്ഫുരണങ്ങളാണ്. ഒരർത്ഥത്തിൽ അവയെല്ലാം ഞാൻ തന്നെ. അപ്പൊ എല്ലാതും എന്ത് തന്നെയാണ്? ഞാൻ തന്നെയാണ്. എങ്കിലും ഞാൻ എങ്ങനെയല്ല? അവയ്ക്ക് അധീനനല്ല. അപ്പൊ ഇതൊക്കെ ഞാൻ ഇതിനൊന്നും അധീനനല്ല, ഞാൻ ഇതിനെല്ലാം അതീതനാണെന്ന് ഭഗവാൻ പറയാണ്. ഈ ഭൗതിക ഗുണങ്ങൾക്ക് അധീനനല്ല ഞാൻ, നേരെ മറിച്ച് എന്താണ്? അതീതനാണ്. എല്ലാ ഗുണങ്ങളും ആരിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഭഗവാനിൽ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ഭഗവാൻ പറയുന്നു. രാജ്യത്തിലെ നിയമപ്രകാരം ഒരാൾ ശിക്ഷിക്കപ്പെട്ടേക്കാം, എന്നാൽ നിയമകർത്താവായിട്ടുള്ള രാജാവിന് അത് ബാധകമല്ല. അതുപോലെ ഭൗതിക പ്രകൃതിയുടെ നിയമങ്ങൾ ഭൗതിക പ്രകൃതിക്ക് അധീനനാകുന്നില്ല, ഭഗവാൻ കൃഷ്ണന് ബാധകമാകുന്നില്ല. അതുകൊണ്ട് അദ്ദേഹം നിർഗുണനാകുന്നു. അപ്പൊ ഒരു രാജ്യത്തിന്റെ നിയമങ്ങൾ വെച്ചുകൊണ്ട് അവിടുത്തെ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടാം, പക്ഷെ ആ നിയമങ്ങൾ ആർക്ക് ബാധകമല്ല? രാജാവിന് ബാധകമല്ല. അതുപോലെ തന്നെയാണ് ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളിൽ നിന്നുണ്ടാകുന്ന തരത്തിലുള്ള ക്ലേശങ്ങൾ, അത് കൃഷ്ണനിൽ നിന്നാണ് ഉണ്ടാകുന്നെങ്കിലും കൃഷ്ണൻ എന്തില്ല? ഈ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾക്ക് അധീനനാകുന്നില്ല. അപ്പൊ നമുക്ക് ഈ ഗുണങ്ങൾ സ്വാധീനിച്ചുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ ഭഗവാനെ സംബന്ധിച്ച് ഭഗവാൻ നിർഗുണനാണ്. നിർഗുണനായതുകൊണ്ട് തന്നെ ഭഗവാൻ ഇതൊന്നും ബാധിക്കുന്നില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന് നിർഗുണൻ എന്ന് പറയാം. ഭഗവാനെ ഈ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളൊന്നും ഭഗവാനെ ബാധിക്കുന്നില്ല. അപ്പൊ എല്ലാത്തിനും ഭഗവാൻ എങ്ങനെയാണ്? ഭഗവാൻ അതീതനാണ് ഭഗവാൻ. ഇനി ഗുണങ്ങൾ ഭഗവാന്റെ നിയന്ത്രണത്തിലാണ്, അതുകൊണ്ട് സ്വയം സമർപ്പിക്കുക. അപ്പൊ എല്ലാം ആരുടെ നിയന്ത്രണത്തിൽ തന്നെയാണ്? ഭഗവാന്റെ തന്നെ നിയന്ത്രണത്തിലാണ്. ത്രിപിർ ഗുണമയർ ഭാവൈരേപി സർവമിദം ജഗത് മോഹിതം നാഭിജാനാധി മാമേദ്യം പരമവ്യയം. ത്രിഗുണങ്ങള്, അതായത് സത്വ രജ തമോ ഗുണങ്ങള് വ്യാമോഹിതമായ ഈ ലോകം ഇവയ്ക്ക് അതീതനും അവ്യനുമായ എന്നെ അറിയില്ല. അപ്പൊ ത്രിഗുണങ്ങളില് 3 ഗുണങ്ങൾ അല്ലെ, സത്വ തമസ് രജോ ഗുണങ്ങളിൽ വ്യാമോഹിതനായിട്ടുള്ള ഈ ലോകത്ത് ആർക്കും എന്തറിയുന്നില്ല? അവ്യനായിട്ടുള്ള എന്നെ കുറിച്ച് ആർക്കും അറിയാനായിട്ട് സാധിക്കുന്നില്ല. അപ്പൊ 3 ഗുണങ്ങളിലും അവ്യനായിട്ടുള്ള ഭഗവാനെ കുറിച്ച് ആരും അറിയുന്നില്ല.
ദേവി ഹേഷ്യ ഗുണമയി മമ മായാതുരത്യ മാമേ വായേ പ്രപത്യന്തേ മായാമേതാന്തരന്തിതേ. 3 പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയ എന്റെ ദിവ്യശക്തിയെ അതിജീവിക്കുക എളുപ്പമല്ല. എന്നാൽ എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. അപ്പൊ ഭഗവാൻ പറയുന്നത് 3 പ്രകൃതി ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഭഗവാന്റെ ദിവ്യശക്തി അതിനെ അതിജീവിക്കാനായിട്ട് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ ഭഗവാന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവർക്ക് എന്ത് സാധിക്കും? അത് നിഷ്പ്രയാസം സാധിക്കും. അല്ലാത്തവർക്ക് എളുപ്പത്തിൽ സാധിക്കുന്നതല്ല എന്ത്? ഈ ഭഗവാന്റെ ഈ ദിവ്യശക്തി അതിജീവിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും അത്ര സാധിക്കില്ല. പക്ഷെ എന്താണ്? ഭഗവാന് സ്വയം സമർപ്പിക്കുന്നവർക്ക് അത് നിഷ്പ്രയാസം സാധിക്കും. കൈകാലുകൾ ബന്ധിക്കപ്പെട്ട ഒരാൾ സ്വയം സ്വതന്ത്രനാകാൻ വയ്യ. ബന്ധനത്തിൽപ്പെടാത്ത ഒരാൾ അയാളെ സഹായിച്ചാൽ മാത്രമേ അയാൾക്ക് അത് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ. ബദ്ധനെ സഹായിക്കാൻ കഴിയില്ല. രക്ഷകൻ സ്വതന്ത്രനായിരിക്കണം. അപ്പൊ രക്ഷകൻ സ്വതന്ത്രനായി കഴിഞ്ഞാലേ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് പറ്റുള്ളൂ. അതിനാൽ കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസിനായ ഒരു ഗുരുവിനോ മാത്രമേ ബദ്ധനായിട്ടുള്ള ജീവാത്മാവിനെ മോചിപ്പിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു വിശിഷ്ട സഹായി അല്ലാതെ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് ആർക്കും വിട്ടുപോകാൻ സാധ്യമല്ല. അപ്പൊ നമുക്ക് എന്ത് വേണം? നമുക്ക് നമ്മളെ സഹായിക്കാനായിട്ട് സാധിക്കുന്നത് എന്താണ്? പുറത്തുള്ള ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ബദ്ധനായ ഒരു ഗുരുവിന് മാത്രമാണ് നമ്മളെ രക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു സഹായമില്ലാതെ ഈ ഭൗതിക പ്രകൃതിയുടെ ബന്ധനത്തിൽ നിന്ന് ആർക്കും വിട്ടുപോകാനായിട്ട് സാധിക്കില്ല. അപ്പൊ നമ്മുടെ ഭാഗവതത്തിൽ നമ്മൾ പറയുന്നുണ്ട്, അതായത് 14 ലോകങ്ങളിൽ നമ്മൾ ഭൂമിലോകം 7ാമത്തെ ലോകത്തിലാണ് ഭൂമി, 5ാമത്തെ ലോകത്തിലാണ് ദേവന്മാര് നിൽക്കുന്നത്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? ഈ 7ാമത്തെ ലോകത്തിൽ നിൽക്കുന്ന നമ്മള് 5ാമത്തെ ലോകത്തിലിരിക്കുന്ന ദേവന്മാരോട് അഭ്യർത്ഥിക്കുകയാണ് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ. അവരും എവിടെ തന്നെയാണ്? ഈ ഭൗതിക പ്രപഞ്ചത്തിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ പുറത്തു നിന്നുള്ള ഒരു വ്യക്തിക്ക് നമ്മളെ സഹായിക്കാൻ സാധിക്കുള്ളൂ. അതായത് ഈ ഭൗതിക പ്രപഞ്ചം എന്ന് പറയുന്നത്, ഇവിടെ പറയുന്നത് എന്താണ്? ഭൗതിക പ്രപഞ്ചം ഒരു കാരാഗൃഹമാണെന്ന് പറയുന്നത്, ജയിലാണ്. അപ്പൊ ഈ ജയിലില് ഒരു സെല്ലിൽ കിടക്കുന്നവര് മറ്റൊരു സെല്ലിലോട് കിടക്കുന്നവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതിന് പകരം എന്ത് വേണം? ജയിലിന് പുറത്തു നിൽക്കുന്ന ഒരു വ്യക്തിയോട് പറയണം. അങ്ങനെയുള്ള വ്യക്തിയാണ് ഇവിടെ ആര്? ഭഗവാൻ. ഭഗവാനോട് പറഞ്ഞാലാണ് നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്. ഹരേ കൃഷ്ണ. 4ാമത്തെ ഭാഗം നാളെ എടുക്കാം നമുക്കിത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. വഞ്ചകൽപതരൂപേശ്ച കൃപാ സിന്ധുഭ്യവ പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമ. അനന്തകോടി വൈഷ്ണവൃന്ദിക്ക് ജയ്. ശ്രീല പ്രഭുപാദിക്ക് ജയ്. ഗുരുദേവ് की जय. निताय गौर प्रमानंदे. हरि हरि बोल. हरे कृष्णा മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ചെയ്തോട്ടെ. ചെയ്തോളൂ മാതാജി, ലീവ് ചെയ്തോളൂ കേട്ടോ. ഇന്ന് നിർത്തുന്നുണ്ട്, ഞാൻ നിർത്തുക. ക്വസ്റ്റ്യൻസ് നോക്കാം നമുക്ക്. നവവിധ ഭക്തിയിലൂടെ സാക്ഷാത്കാരം നേടിയവർക്ക് ഉദാഹരണം. നവവിധ ഭക്തി ഏതൊക്കെയാണ്? ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സാഖ്യം, ആത്മനിവേദനം. അതിൽ ഓരോന്നിനും ഉദാഹരണം ആരൊക്കെയാ? ശ്രവണം പരീക്ഷിത് മഹാരാജാവ്. കീർത്തനം ശ്രീശുക ബ്രഹ്മർഷി. സ്മരണം പ്രഹ്ലാദൻ. പാദസേവനം ലക്ഷ്മി ദേവി. അർച്ചനം മഹാരാജാവ്. വന്ദനം അക്രൂരൻ. ദാസ്യം ഹനുമാൻ. സാഖ്യം അർജുനൻ. ആത്മനിവേദനം ബലി മഹാരാജാവ്. ആത്മനിവേദനം അല്ലെ. പിന്നെ അടുത്തത് ആധ്യാത്മിക ശക്തിയുടെയും ഭൗതിക ശക്തിയുടെയും ഉറവിടം ആരാണ്? ഭഗവാനാണ് രണ്ടിന്റെയും ഉറവിടം. ഭഗവാന്റെ ഭിന്നമായ ഭൗതിക ശക്തിയിൽ എന്തെല്ലാം ഉണ്ട്? പഞ്ചമഹാഭൂതങ്ങൾ, മനസ്സ്, ബുദ്ധി, അഹങ്കാരം. ഭൗതിക പ്രപഞ്ചത്തില് 8 ഓക്കെ. പ്രപഞ്ച സൃഷ്ടിക്ക് കാരണമാകുന്ന ഭഗവാന്റെ രൂപവിസ്തരണങ്ങൾ ഏതൊക്കെയാണ്? കാരണോദശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. അതായത് ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തിന് കാരണമാകുന്നതാണ് ആര്? കാരണോദകശായ വിഷ്ണു. കാരണമാകുന്നത് കാരണോദകശായ വിഷ്ണു.
അത് കഴിഞ്ഞിട്ട് ഈ പ്രപഞ്ചത്തില് ഓരോ പ്രപഞ്ചത്തിനും ജീവൻ നൽകുന്നത് ആരാണ്? ഘർബോധകശായ വിഷ്ണു. ജീവൻ നൽകുന്നത് ഘർബോധകശായ വിഷ്ണു. അത് കഴിഞ്ഞിട്ട് പിന്നെ പരമാത്മാവായിട്ട് നിർദ്ദേശങ്ങൾ നൽകുന്നത് ആരാണ്? ക്ഷീരോദകശായ വിഷ്ണു. ക്ഷീരോദകശായ. ത്രിഗുണങ്ങൾ ഏതൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. തമോ ഗുണം. 3 ഗുണങ്ങള്. ബദ്ധനായ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ സാധിക്കുന്നത് ആർക്കാണ്? ഭഗവാന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നവർ. സാധിക്കുന്നത് ആർക്കാണ്? അതിൽ എടുത്തു പറയില്ലേ? ഗുരുവിനും ഭഗവാൻ എന്ന് പറയുന്നുണ്ട്. അതില് കൃഷ്ണനോ കൃഷ്ണന്റെ പ്രതിനിധിക്കോ ആയിരിക്കും ബദ്ധനായ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ സാധിക്കുന്നെന്ന് അങ്ങനെ പറയുന്നുണ്ടോ? ഞങ്ങൾ വായിച്ചു. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കുന്നവർക്കെന്നല്ലേ പറയുന്നേ? അല്ല, ബദ്ധനായ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ സാധിക്കുന്നത് ആർക്കാണ് ഭഗവാനെ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ സാധിക്കുന്നത്? എനിക്കായി സ്വയം സമർപ്പിക്കുന്നവർക്ക് അതിജീവിക്കാനല്ലാതെ അവിടെ എഴുതിയിട്ടുണ്ട്. കൃഷ്ണനെ പ്രതിനിധീകരിക്കുന്ന വിശ്വാസിനായ ഗുരുവിനോ മാത്രമേ ഭക്തനായ ജീവാത്മാവിനെ മോചിപ്പിക്കാൻ കഴിയുള്ളൂ. 7ാമത്തെ അധ്യായത്തില് 14ാമത്തെ ശ്ലോകത്തില് 400ാമത്തെ പേജിൽ വരുന്നുണ്ട്. ആ പാരഗ്രാഫ് സ്റ്റാർട്ട് ചെയ്യുമ്പോ തന്നെ കൃഷ്ണനെ പേടിക്കണം.